ഹലോ ഗായ്സ്, വെൽക്കം ടു അവർ ചാനൽ നൗമി ആൻഡ് നിർമ്മൽ ബ്ലോഗ്സ്. ഇന്ന് ഒരു ഹോം ടൂർ ആയിട്ടാണ് കേട്ടോ വന്നിരിക്കുന്നത്. ഹോം ടൂർ എന്ന് പറയാൻ പറ്റില്ല, റൂം ടൂർ. ഞങ്ങളിപ്പോൾ ആന്ധ്രയിൽ താമസിക്കുന്നത് ഇവിടെയാണ് കേട്ടോ. അത്തൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്തിലാണ്. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങളുടെ ജനലൊക്കെ തുറക്കുമ്പോൾ ഇവിടേക്കാണ് കേട്ടോ നോട്ടം. ഈ വീട്ടിലേക്കാണ്, ഈ വീട്ടുകാരായിട്ട് മാത്രമേ ഞാൻ കോൺടാക്റ്റ് ഉള്ളൂ. കാരണം അവിടെയുള്ള കുട്ടികൾക്ക് മാത്രമേ കുറച്ച് പേർക്ക് ഇംഗ്ലീഷ് അറിയുന്നുണ്ട്. അപ്പോൾ ആ കുട്ടി അവിടെ അങ്ങനെ കളിക്കുന്നുണ്ട്. അതുപോലെ തന്നെ കോലൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അവിടെ. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഹാള് വരുന്നത്. നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഹാളിൽ. അത്യാവശ്യം നല്ല സ്പേസ് ഉണ്ട്. അത് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു അകത്തേക്ക് ഒരു വഴി, ഒരു ഹാള് പോലെ ചെറിയൊരു ഹാള്. ഞങ്ങളവിടെ ഫാന് കൊണ്ടുവന്നിട്ടുണ്ട്, ടേബിൾ ഫാന് വീട്ടിൽ നിന്ന് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ ഇതാണ് ഞങ്ങളുടെ റൂം. പക്ഷേ ഇവിടെ കിടക്കാൻ പറ്റില്ല കേസ്, അത്രയ്ക്ക് ചൂടാണ് രാത്രി നേരത്ത്. ഏത് കുളിയൊക്കെ കഴിഞ്ഞ് ടാബ് കാണാൻ ഈ ഷെൽഫിൽ സാധനങ്ങൾ മൊത്തം ഞങ്ങൾ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞങ്ങൾ വരുമ്പോൾ കേരളത്തിൽ നിന്ന് ഒരു കലണ്ടർ കൊണ്ടുവന്നിട്ട്, കാരണം നമ്മളെവിടെ അവസ്ഥകൾ നമ്മുടേത് പിന്തുടരണമല്ലോ. അപ്പം ഞാൻ 13-ാം തീയതിയാണ് വീഡിയോ എടുക്കുന്നത്. നാളെ വിഷു എന്ന് പറയുന്നു കേട്ടോ. ബേബിക്ക് എപ്പോഴും വേദു എന്നേ വരുന്നുള്ളൂ കേട്ടോ. വേദുവിനെ ബേബി എന്ന് വിളിക്കും, ബേബീനെ വേദു എന്ന് വിളിക്കും. പിന്നെ അതാ അവിടെ അങ്ങനെ ബാത്റൂമുണ്ട്, ഒരു ബാത്റൂം ആ റൂമിൽ. പിന്നെ ഞങ്ങളിതാ ബാത്റൂമിലിടാൻ ഒരു ചെരുപ്പ്, അതുപോലെ തന്നെ അകത്തിടാൻ ഒരു ചെരുപ്പ്, അങ്ങനെയൊക്കെ ആയിട്ടപ്പോൾ ഞങ്ങൾ പോകുന്നത്. അല്ലെങ്കിൽ പിന്നെ ചളി ഇതൊക്കെ ആയുണ്ടല്ലോ വെച്ചിട്ട്. പിന്നെ അവിടെ ഞങ്ങൾ വരുമ്പോഴുള്ള ഒരു കണ്ണാടിയാണ് കേട്ടോ അത്. അവിടെ നിന്ന് തന്നെ കിട്ടിയൊരു കണ്ണാടിയാണ്. ഞങ്ങൾ കണ്ണാടിയൊന്നും കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നില്ല, അത് മറന്നു. പിന്നെ അത് കഴിഞ്ഞാൽ പിന്നെ ഈ ജനൽ തുറന്നിട്ട മീനയുടെ വീടാണ് കേട്ടോ അത്. എൻ്റെ ഇവിടുത്തെ ഒരു ഫ്രണ്ടാണ്. പിന്നെ ഇങ്ങനെ ഒരു ഷെൽഫുണ്ട്. ഇവിടെ വേണമെങ്കിൽ കണ്ണാടി വയ്ക്കാം കേട്ടോ ഞങ്ങൾ. പക്ഷേ അതവിടെ നമ്മുടെ വൈപ്പും ടിഷ്യൂവും കാര്യങ്ങളൊക്കെ വെച്ചിരിക്കുന്ന ബ്രഷും അതുപോലെ തന്നെ ഓരോ കാര്യങ്ങൾ ഇവിടെയാണ് ഞങ്ങൾ പൂജാമുഖിയാക്കി വെച്ചിരിക്കുന്നത്. ഇത് മൈലാഞ്ചി ഞങ്ങൾ ഇന്നിടാൻ പോണതാണ് കേട്ടോ. അതാണ് ഞാൻ അവിടെ വെച്ചത്. അവിടെയൊക്കെ ഞാൻ വെറുതെ തുടച്ച് വൃത്തിയാക്കി വിഷുവിനെ കണി വയ്ക്കണ്ടേ. വിളക്കൊക്കെ ഒന്ന് കഴുകി. പിന്നെ ഞങ്ങളുടേതായ ഒരു കൊച്ചു അടുക്കളയാണ് ഗൈസ് ഇത്. ചെറിയൊരു അടുക്കളയാണെങ്കിലും നല്ല സുഖമാണ് കേട്ടോ ഇവിടെ നിന്നിട്ട് പണി ചെയ്യാൻ. ഇപ്പോൾ എല്ലാ ഡ്യൂട്ടിയും ഞാനാണല്ലോ. ഗ്യാസാണെങ്കിലും സുഖമായിട്ട് നമുക്ക് ഓരോന്ന് ചെയ്യാം. പിന്നെ അവളോടൊന്ന് നിൽക്കുക, ഞാൻ ഫോട്ടോ എടുക്കട്ടെ പറയായിരുന്നേ. പിന്നെ അതുപോലെ തന്നെ ഈ ജനൽ തുറന്നിട്ട് നല്ല സുഖമാണ് കേട്ടോ. ഞങ്ങളിത് അടയ്ക്കാറിയില്ല. അവിടുന്ന് കാറ്റും ഒക്കെ വരും. നല്ല രസമായിട്ട് പണിയെടുക്കാം, നമുക്ക് ബോറടിക്കില്ല. അപ്പോൾ ഞാൻ അടുക്കളയൊക്കെ ക്ലീനാക്കി, എല്ലാ പാത്രങ്ങളും എല്ലാവിടെയും ക്ലീനാക്കി വെച്ചിട്ടുണ്ട്, വൃത്തിയാക്കി. സൺഡേ ഞങ്ങൾക്ക് ഹോളിഡേ ആണ്. ഞങ്ങൾക്ക് ഫുഡൊക്കെ ഞങ്ങൾ പുറത്തുനിന്നാണ് ഔട്ടിങ്ങിന് പോണ ദിവസമാണ്. അപ്പോൾ ഞാൻ ആകെ ഫുള്ള് ക്ലീനിങ് മാത്രമാണ് ഉണ്ടാവുക കേട്ടോ. അപ്പോൾ അവളുടെ പണിയാണ് അതിൽ. മറ്റേ ചിക്കൻ മസാലയും അങ്ങനത്തെ സാധനങ്ങളൊക്കെ അടക്കി പുറക്കി വെച്ചത് അവളാണ് കേട്ടോ. അതാണ് അവൾ പറയുന്നത്. പിന്നെ അത് ഈ ക്യാനിലെ വെള്ളമാണ് കുടിക്കാനുള്ളത്. പിന്നെ തല കഴുകാണ് ഞങ്ങൾ ഇതിൽ നിന്നായിരിക്കും ഇട്ടെടുക്കുക. പിന്നെ ഞങ്ങൾ വെള്ളം തിളപ്പിച്ചിട്ടേ കുടിക്കാറുള്ളൂ. അങ്ങനെ ഓരോ കാര്യങ്ങൾ. പിന്നെ അരിയൊക്കെ വാങ്ങി വെച്ചിട്ടുണ്ട്, വെളിച്ചെണ്ണ, അതുപോലെ തന്നെ നാട്ടിൽ നിന്ന് കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. ഇത് നല്ല സാധനം കേട്ടോ, ഡിഷ് വാഷ്. ഏറ്റവും നല്ലത് എനിക്ക് സോപ്പിനെക്കാളും കൂടുതൽ യൂസ്ഫുൾ ആയത് ആ ഡിഷ് വാഷാണ്. പിന്നെ വേസ്റ്റ് ഞങ്ങൾ ഇടാനൊരു കവറിലാക്കിയിട്ടാണ് കെട്ടി വയ്ക്കുക. എന്നിട്ട് അപ്പോട്ടും പോകുമ്പോൾ കൊണ്ടുപോകും വേസ്റ്റ്. അങ്ങനെയാണ് ചെയ്യാറ്. കൊച്ചടുക്കളയാണ് കേട്ടോ, നല്ല രസമുണ്ട്, കുഴപ്പമൊന്നുമില്ല. ഞങ്ങൾ ഈ ഒരു മാസം നിൽക്കാൻ അത് ധാരാളമാണ്. ചെറിയ അടുക്കളയൊക്കെ മതി ഞങ്ങൾക്ക്, വലിയ അടുക്കളയൊന്നും വേണ്ട. പിന്നെ ഞങ്ങളുടെ ഈ ലോകം എന്ന് പറയുന്നത് ഈ റൂമാണ്. ഈ റൂമിലാണ് വേദു കളിക്കലും ബേബി കളിക്കലും എല്ലാം ചെയ്യൽ. പിന്നെ അത് കഴിഞ്ഞാൽ ഈവനിങ് ആകുമ്പോൾ മാത്രമേ ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുള്ളൂ കേട്ടോ. ഒരു 5 മണി 5:30 നേരത്താണ് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങുക. അപ്പോൾ അവൾ ഈ പറയുന്നത് ഞങ്ങളുടെ ഈ ടേബിൾ ഫാൻ ഞങ്ങൾക്ക് നല്ലൊരു യൂസ്ഫുള്ളായിരുന്നു. പക്ഷേ ഇന്നലെ തൊട്ടിട്ട് ഈ ടേബിൾ ഫാൻ ഞങ്ങൾക്ക് പണി തന്നു. എന്താണെന്നറിയില്ല, കറങ്ങുന്നില്ല. വൈകുന്നേരം വരെ ഒരു കുഴപ്പമുണ്ടായിരുന്നില്ല. പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ എന്താ കറങ്ങണില്ല, എന്താ സംഭവം അറിയില്ല. അപ്പോൾ ഫുള്ള് അഴിച്ചു നോക്കി, പക്ഷെ എന്നാലും അത് ശരിയാവില്ല. അപ്പോൾ ഇവിടെ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഈ ജനൽ തുറന്നിട്ടിട്ടാണ് ഞങ്ങൾ മിക്ക നേരവും നിൽക്കുക കേട്ടോ. രാവിലെ അല്ല, വൈകുന്നേരം. അപ്പോൾ നല്ല കാറ്റ് കിട്ടും ഈ മരത്തുനിന്ന് നല്ല കാറ്റാണ് നമ്മുടെ റൂമിലേക്ക് കിട്ടുക. നല്ല തണലാണല്ലോ അവിടെ, നല്ല തണലുള്ള ഏരിയയാണ്. അവിടെ ഇരിക്കാനൊക്കെ നല്ല സുഖമാട്ടോ. ഞങ്ങൾ വൈകുന്നേരം അവിടെയാണ് കൂടുതൽ ഇരിക്കാറ്. അത് കഴിഞ്ഞാൽ പിന്നെ ഞങ്ങൾ ഒരു 6 മണി 6:30 ആകുമ്പോഴേക്കും ഞങ്ങൾ റൂമിൽ കയറും. പിന്നെ ഞങ്ങളുടേതായ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യും. ഇതാണ് ഞങ്ങളുടെ കൊച്ചൊരു റൂം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. ഈ കാർഡ്ബോർഡ് ഇത് വേറെ ഒന്നുമല്ല കേട്ടോ. ഈ കർട്ടൻ ഇങ്ങനെ പറക്കുമ്പോൾ അപ്പോട്ടും പറഞ്ഞ ഐഡിയയാണ് കേട്ടോ. മറ്റേ നമ്മുടെ ക്ലിപ്പ് ഇട്ടാൽ മതി, അപ്പോൾ പറക്കില്ലയെന്ന്. പിന്നെ ഒരു കാർഡ്ബോർഡും വെക്കും ഞങ്ങൾ. അപ്പോൾ പിന്നെ കുഴപ്പമില്ലല്ലോ, കൂടെ ആരെങ്കിലും പോയാലും കുഴപ്പമില്ല. ആരും പിന്നെ ഈ ഭാഗത്ത് കൂടെ അങ്ങനെ പോകുമൊന്നുമില്ല കേട്ടോ. നമ്മുടെ റൂമിൽ നമ്മൾ സേഫാണ്. ഇത്രയുള്ള ഒരു കൊച്ചു വീഡിയോ ആണ് ഞങ്ങളുടെ ഒരു ഹോം ടൂറ്, അതുപോലെ റൂം ടൂറ് കാണിക്കുന്ന ഒരു വീഡിയോ. ഇത്രേ കാണിക്കാനുള്ളൂ, ഇതിൽ കൂടുതലൊന്നുമില്ല. അത്തൂർ എന്ന് പറഞ്ഞ ഒരു ഗ്രാമത്താണ് ഞങ്ങൾ താമസിക്കുന്നത് കേട്ടോ, ആന്ധ്രയിലെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് വീഡിയോ. ഹാവ് എ നൈസ് ഡേ.